ഇതിനെക്കുറിച്ച് തന്നെ ഒരു എക്സിബിഷൻ തന്നെ, ഗ്രാഫിക്സ് ആൻഡ് പൊളിറ്റിക്സിനെ കുറിച്ച് എക്സിബിഷൻ തന്നെ ഡിസൈൻ മ്യൂസിയം യുകെയിലെ ഒരു ഡിസൈൻ മ്യൂസിയത്തിൽ ഒരു എക്സിബിഷൻ നടത്തിയിട്ടുണ്ടായിരുന്നു. ഹോപ്പ് ടു നോപ്പ് ഗ്രാഫിക്സ് ആൻഡ് പൊളിറ്റിക്സ് 2008 to 2018. ആ 10 yearsൽ എന്തൊക്കെയാണ് ഇൻഫ്ലുവൻസ് ചെയ്തിരിക്കുന്നത്, അതായത് ഗ്രാഫിക് ഡിസൈൻ പൊളിറ്റിക്സിൽ ഇൻഫ്ലുവൻസ് ചെയ്തിരിക്കുന്നത് എന്തൊക്കെയാണ്. ഹോപ്പ് എന്ന് ഉദ്ദേശിക്കുന്നത് 2008 ബറാക് ഒബാമയുടെ ഒരു ഇത് വെച്ചൊരു ഡിസൈൻ, ഹോപ്പ് എന്ന് പറഞ്ഞ ഡിസൈൻ കൊണ്ടുവന്നിരുന്നത്. അവിടുന്നാണ് ഈ ഹോപ്പ് സ്റ്റാർട്ട് ചെയ്തത്. അതങ്ങനെയാണ് അതിൻ്റെ ഒരു പേര് വരുന്നത്, ഹോപ്പ് ടു നോപ്പ് എന്ന് പറയുന്നത്. ഡിസൈനേഴ്സിന്റെ പ്രതിഷേധങ്ങളും പൊളിറ്റിക്കലി ഉള്ള പ്രതിഷേധങ്ങളും നമ്മൾ ഗ്രാഫിക് ഡിസൈനിലൂടെ അറിയിക്കണം. അതൊരു എവല്യൂഷൻ ഓഫ് ഡിസൈൻ ആണ് പൊളിറ്റിക്കലി ഗ്രാഫിക് ഡിസൈനേഴ്സ് വരുന്നത്. ഇപ്പം എന്താണ് വേൾഡ് വാർ ടൈമിൽ ഉണ്ടായിരുന്നു, അന്ന് പോസ്റ്റേഴ്സ് ആയിരുന്നു കൂടുതലും ഇതായത്. ഇപ്പൊ നമ്മളിപ്പോ ഏതെങ്കിലും ഒരു വാർ എടുത്ത് നോക്കിയാൽ തന്നെ നമുക്കറിയാം, ഒരു ഫോട്ടോഗ്രാഫിയിൽ കാണുന്നത് ആരെങ്കിലും പ്ലക്കാർഡ് ആയിരിക്കും, ആരെങ്കിലും ഡിസൈൻ ചെയ്ത പ്ലക്കാർഡുകളോ ആരെങ്കിലും ഡിസൈൻ ചെയ്ത പോസ്റ്റേഴ്സ്. ഇപ്പം ഞാൻ പറഞ്ഞ ഡിസൈൻ മ്യൂസിയത്തിൽ ഇങ്ങനെ ഒരു എക്സിബിഷൻ, ആ എക്സിബിഷൻ ഞാൻ റിസർച്ച് ചെയ്തപ്പോഴാണ് കണ്ടത് ഇഷ്ടം പോലെ ഡിസൈനുകൾ, പലരുടെയും നല്ല മീനിങ് നമുക്ക് ഒത്തിരി ഒന്നും അതിനകത്തൊന്നും ഡീകോഡ് ചെയ്യാൻ പറ്റത്തില്ല. എന്നാലും ആ ഡിസൈൻ കളർ വൈസ് ആണെങ്കിലും, ഇപ്പം കളേഴ്സിന് പോലും പൊളിറ്റിക്സ് പറയാൻ പറ്റും. റെഡ് കമ്മ്യൂണിസം അല്ലെങ്കിൽ സോഷ്യലിസം പറയുന്നു, പിന്നെ ഗ്രീൻ കളർ എൻവയോൺമെന്റലിസം പറയുന്നു. അങ്ങനെ പല കാര്യങ്ങളും പല കളേഴ്സിലൂടെ നമുക്ക് പൊളിറ്റിക്കലി പറയാൻ പറ്റുന്നുണ്ട്.